നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മ മുൻപെങ്ങുമില്ലാത്ത കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഭാരവാഹികൾ തമ്മിലുള്ള ചേരിപ്പോരും പരസ്യമായ ചെളിവാരിയെറികളും സംഘടനയുടെ അടിത്തറ ഇളക്കുകയാണ്. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതോടെയാണ് അമ്മയിലെ പ്രശ്നങ്ങൾ പുറത്തുവന്നത്. നടൻ ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണവുമായി നടി അൻസിബ ഹസൻ രംഗത്തെത്തിയതോടെ ചൂടുപിടിച്ച ചർച്ചകൾക്ക് തുടക്കമായി. മാത്രമല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ലക്ഷ്മി പ്രിയയും ബന്ധപ്പെട്ട് അൻസിബയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴിതാ ഈ വിവാദങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് മല്ലിക സുകുമാരൻ. സംഘടനകളിൽ കർശന നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു. എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറിയപ്പോൾ ചിലതിന് ഉത്തരമുണ്ട്, ചിലതിന് ഇല്ല. അതാണ് പ്രശ്നങ്ങളുടെ സത്യാവസ്ഥയെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മല്ലിക സുകുമാരൻ പറഞ്ഞു. മല്ലിക സുകുമാരന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അമ്മ സംഘടനയുടെ ഓഫീസിലേക്ക് ഹാൻഡ് ബാഗും തൂക്കി ചുമ്മാ കയറിപ്പോകുന്ന ചിലരുണ്ട്. വൈകിട്ട് 6 മണിക്ക് ഓഫീസ് അടക്കില്ല. തോന്നുമ്പോൾ ഓരോരുത്തർ ഓഫീസിൽ കയറിയിരിക്കും. 5:30 മണിക്ക് ഡ്യൂട്ടി തീരുന്ന ക്ലർക്ക് 8 മണിക്ക് വന്ദേ ഭാരതിൽ വരുന്ന താരത്തിന് ചായ കൊടുക്കാനായി ഓഫീസിൽ തുടരേണ്ട അവസ്ഥയുണ്ട്. ക്ലർക്കല്ലേ അവർ, അതോ അടുക്കളക്കാരിയാണോ എന്ന് ഞാൻ തന്നെ ഒരിക്കൽ ചോദിച്ചു. ഇതൊക്കെ എന്തുകൊണ്ട് ശ്വേത ശ്രദ്ധിക്കുന്നില്ല എന്നത് എനിക്കിന്നും അറിയില്ല. ഒരു ഓഫീസ് ടൈം നിശ്ചയിക്കണ്ടേ? ഒരുത്തിക്ക് ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടി വൈകിട്ട് വീട്ടിൽ പോകേണ്ട കൊച്ചിനെ രാത്രി വരെ പിടിച്ചിരുത്തുന്നത് ശരിയാണോ? 10 മണിക്കും 12 മണിക്കും ആളുകൾ ഓഫീസിൽ കയറി ഇറങ്ങുന്നു. അമ്മ ഹോട്ടൽ എന്ന് എഴുതി വെക്കുന്നത് അല്ലേ നല്ലത്? അമ്മ സംഘടന പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അടിയുടെ കാരണം അതിനൊന്നും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കുന്നില്ല. പെൻഷൻ കൊടുക്കുന്നുണ്ട്, അത് പലർക്കും വലിയ ആശ്വാസവുമാണ്. സ്ത്രീകൾക്ക് സംരക്ഷകരായി നിൽക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞാണ് WCC തുടങ്ങിയത്. അവർക്ക് മതിയായെന്ന് തോന്നുന്നു, മിണ്ടുന്നില്ല. വല്ലപ്പോഴും റിമയോ പാർവതിയോ എന്തെങ്കിലും മിണ്ടിയാലായി. എന്നെ ലൂസ് ടോക്കർ എന്ന് വിളിച്ചപ്പോൾ അമ്മ സംഘടന വിശദീകരണം ചോദിച്ചോ? ഇല്ലല്ലോ. നിലപാട് പറയുമെന്ന് തോന്നിയാൽ ഇനിയും ഞാൻ പറയും. എൻ്റെ പിള്ളേർ എന്നെ വഴക്ക് പറയും. അമ്മ ചുമ്മാതിരിക്കെ എന്നൊക്കെ പറയും. എത്ര കാലം കൂടി ഞാൻ ജീവിച്ചിരിക്കാനാണ്? ഞാൻ പോയി കഴിയുമ്പോൾ ആളുകൾ പറയും, ആ തള്ളയുണ്ടായിരുന്നുവെങ്കിൽ ഒരു മറുപടി പറഞ്ഞേനെ എന്ന്. അതുകൊണ്ട് ഞാൻ പറയും എന്നാണ് മക്കളോട് പറയാറുള്ളത്. സംഘടനകളിൽ കർശന നിയമങ്ങൾ കൊണ്ടുവരണം. സ്ത്രീകളെ സംരക്ഷിച്ച് തള്ളുകയാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ അതിജീവിതയുടെ കാര്യം എവിടെ നിൽക്കുന്നു ഇപ്പോൾ? ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇന്നാരാണ് ആ തെറ്റ് ചെയ്തതെന്ന്, പറയുകയുമില്ല. ആ റോഡിൽ അങ്ങനെ ഒരു സംഭവം നടന്നു, അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവനാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, അത് പച്ചയ്ക്ക് പറഞ്ഞിട്ട് ശിക്ഷിക്കുക, അല്ലാതെ ഉരുട്ടി കളിക്കരുത്. സിനിമാ ഫീൽഡ് തന്നെ വിട്ടുപോകാൻ തീരുമാനിക്കുന്ന തരത്തിൽ വേദന അതിജീവിത അനുഭവിച്ചു. ആ കുട്ടി അനുഭവിച്ചതിന്റെ 1% പോലും അൻസിബ അനുഭവിക്കുന്നില്ലല്ലോ. അമ്പലം പള്ളി എന്ന് പറഞ്ഞ് എന്തിനാണ് വഴക്ക്? അൻസിബയുടെ ദൃശ്യം ഹിന്ദുക്കൾ കണ്ടിട്ടില്ലേ? വേണ്ടാത്തത് പറഞ്ഞ് ഇല്ലാത്തത് കുത്തിത്തിരുക്കി കൊടുക്കരുത് അൻസിബ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അൻസിബയും സൂക്ഷിച്ച് സംസാരിക്കണം. ടിനി ആയാലും അങ്ങനെ തന്നെ. 500 പേരോളമുള്ള വലിയ സംഘടനയാണത്. എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ എന്താ സംഘടനയിൽ പ്രശ്നമെന്ന് ചോദ്യം വരും. ഒഴിവാക്കി വിടാൻ പറ്റില്ലാത്ത അവസ്ഥയായി. എവിടേക്കോ എന്തൊക്കെയോ ചീഞ്ഞു നാറിയപ്പോൾ ചിലതിന് ഉത്തരമുണ്ട്, ചിലതിന് ഇല്ല. അതാണ് സത്യാവസ്ഥയെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. അൻസിബ ഹസൻ ടിനി ടോമിനെതിരെ ഉന്നയിച്ച പരാതിയിൽ മല്ലിക സുകുമാരൻ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചെന്ന് പറയുന്നു. പിന്നീട് അതേ അൻസിബ തന്നെ പറയുന്നു, എന്നോട് നേരിട്ട് നീനാക്കുറുപ്പ് ചേച്ചി കേട്ടതാണെന്ന്. അൻസിബ എന്ന കുട്ടിയെ മെയ് 5-ാം തീയതി വരെ വളരെ അടുത്തറിയാം. ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെയാണോ വലിയ കാര്യം? മിടുക്കിയല്ലേ, സ്മാർട്ടായി നിൽക്കണം എന്നൊക്കെ മകളെ പോലെ ഞാൻ പറഞ്ഞതാണ്. മൈക്കിന് മുന്നിൽ നിന്ന് പിന്നീട് അൻസിബ സംസാരിക്കുന്നുണ്ട്. ഞാൻ കേട്ടറിഞ്ഞ അൻസിബ ആയിരുന്നില്ല അത്. സംസാര രീതി മാറി, ഒരു റിബൽ ടൈപ്പായി അൻസിബ. ടിനി ഇങ്ങനെ ചെയ്തല്ലോ, എന്തൊരു വൃത്തികേടായെന്ന് എനിക്ക് തോന്നി. പിന്നീടാണ് നേരിട്ടല്ല കേട്ടത്, നീനാക്കുറുപ്പ് പറഞ്ഞതാണെന്ന്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു. അതിൻ്റെ അടിയിൽ കൂടെ അൻസിബ ഒരു വാചകം പറഞ്ഞു: കുടപ്പനക്കുന്ന് രാജീവും മകനും ഈ കഥ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ അടക്കില്ലായിരുന്നോ എന്ന്. അവിടെയാണ് അൻസിബയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പോയത്. കുടപ്പനക്കുന്ന് രാജീവിൻ്റെ മെസ്സേജ് അൻസിബയ്ക്ക് എവിടെ നിന്ന് കിട്ടി? സ്പോൺസറിങ്ങുമായി ബന്ധപ്പെട്ട് അൻസിബ പറഞ്ഞത് മതപരമായി ബന്ധപ്പെട്ട് ഒരുത്തൻ്റെയും ഡിസ്പ്ലേ അവിടെ വരാൻ പാടില്ല എന്നാണ്. അത് പറയാൻ എന്ത് വികാരമാണ് അൻസിബയ്ക്ക് തോന്നിയത്? അൻസിബയ്ക്ക് ഹിന്ദുക്കളോട് വിരോധമില്ലല്ലോ. അതേ അമ്പലത്തിൽ അൻസിബ പോയിട്ടുണ്ട്. പരിപാടിക്കാണോ എന്നറിയില്ല. ടിനി ജിഹാദി എന്ന് വിളിക്കുന്നത് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. ഓരോ ദിവസം കഴിയും തോറും ഞാൻ മനസ്സിലാക്കിയത് ഇതൊന്നും അൻസിബയോട് നേരിട്ട് ചെയ്ത കാര്യങ്ങളല്ല എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. അൻസിബയുടെ ദൃശ്യം സിനിമ ഹിന്ദുക്കൾ ആരും കണ്ടിട്ടില്ലേ? വേണ്ടാത്തത് പറഞ്ഞ് ഇല്ലാത്തത് കുത്തിത്തിരികെ കൊടുക്കരുത് എന്നും എനിക്ക് പറയാനുള്ളൂ എന്നും മല്ലിക സുകുമാരൻ തുറന്നടിച്ചു. അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ ടിനി ടോമിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അൻസിബയ്ക്ക് അമ്മ സംഘടന കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സംഘടനയ്ക്കെതിരെ നിരന്തരം പ്രസ്താവനകൾ നടത്തി അമ്മയെ തകർക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിലാണ് നോട്ടീസ്. ഇതിന് അൻസിബ മറുപടി നൽകി. കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തത വരുത്തണമെന്നും സംഘടനാ
ചട്ടങ്ങൾക്ക് വിരുദ്ധമായി താൻ എന്തു ചെയ്തു എന്നും അൻസിബ ഹസൻ ചോദിച്ചു. ടിനി ടോമിനെതിരായ ആരോപണത്തിൽ അമ്മ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് താൻ പരാതി നൽകാൻ നിർബന്ധിതയായതെന്നും അൻസിബ ഹസൻ വ്യക്തമാക്കി. അൻസിബയുടെ ആരോപണങ്ങൾ ടിനി ടോം നിഷേധിക്കുന്നുണ്ട്. താൻ അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചിട്ടില്ല എന്നും അപവാദം പ്രചരിപ്പിച്ചിട്ടില്ല എന്നും ടിനി ടോം പറഞ്ഞു. എന്നാൽ താരസംഘടന അമ്മ തനിക്കയച്ച കാരണം കാണിക്കൽ നോട്ടീസിൽ മറുപടിയുമായി അൻസിബ ഹസൻ എത്തിയിരുന്നു. കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തത വരുത്തണമെന്നും സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി താൻ എന്തു ചെയ്തുവെന്നും അൻസിബ ചോദിക്കുന്നുണ്ട്. മറുപടി നൽകാൻ ഒരാഴ്ച സമയമുണ്ടായിരുന്നു. എങ്കിലും രാത്രി തന്നെ നോട്ടീസിന് മറുപടി നൽകി അൻസിബ. സംഘടനയുടെ ബൈലോയിലെ ഏതെല്ലാം വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് വ്യക്തമാക്കണമെന്ന് മറുപടിയിൽ അൻസിബ ആവശ്യപ്പെട്ടു. ലക്ഷ്മി പ്രിയയും ടിനി ടോമുമായുള്ള വിഷയങ്ങൾ വ്യക്തിപരമാണ്. അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അൻസിബ പറഞ്ഞു. ടിനി ടോമിന്റെ നടപടികളിൽ അമ്മ ഒരു നിലപാടും സ്വീകരിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് നേരിട്ട് നടപടികൾ തുടങ്ങാൻ നിർബന്ധിതയായതെന്നും അൻസിബ വ്യക്തമാക്കി. ടിനി ടോമിനെതിരെ അൻസിബ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. അതേസമയം അൻസിബയുടെ മറുപടിയോടെ അമ്മയിലെ വിഷയങ്ങൾ തുടരുമെന്ന് ഉറപ്പാണ്. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സംഘടനയ്ക്കെതിരെ നിരന്തരം പരസ്യ പ്രസ്താവനകൾ നടത്തി അമ്മയെ തകർക്കാൻ ശ്രമിച്ചെന്ന ഗുരുതരമായ ആരോപണത്തിന്മേലാണ് നടിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. സംഘടനയ്ക്കുള്ളിൽ ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കാമായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെ തെരുവിലേക്ക് വലിച്ചിഴച്ച് സംഘടനയ്ക്ക് വലിയ രീതിയിൽ കളങ്കമുണ്ടാക്കിയെന്നാണ് ഭാരവാഹികളുടെ വിലയിരുത്തൽ. ബൈലോയ്ക്ക് വിരുദ്ധമായി അച്ചടക്ക ലംഘനം നടത്തിയ നടിക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കരുത് എന്ന് വ്യക്തമാക്കി കൊണ്ടുവരുന്ന 17-ാം തീയതിക്ക് മുൻപ് മറുപടി നൽകാനായിരുന്നു നിർദ്ദേശം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലേക്ക് സംഘടന കടക്കുമെന്നാണ് സൂചന. നടി ലക്ഷ്മി പ്രിയ, നടൻ ടിനി ടോം എന്നിവരുമായി ബന്ധപ്പെട്ട കടുത്ത നിയമ പോരാട്ടങ്ങൾക്കിടയിലാണ് അൻസിബയ്ക്ക് താരസംഘടനയിൽ നിന്നും ഇപ്പോൾ പുതിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ലക്ഷ്മി പ്രിയയ്ക്കും തൃപ്പൂണിത്തുറ വനിതാ സ്റ്റേഷനിലെ SIക്കുമെതിരെ താൻ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന പോലീസിന്റെ അന്തിമ റിപ്പോർട്ടിനെതിരെ അൻസിബ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സ്റ്റേഷനിൽ തന്നെ നിയമവിരുദ്ധമായി തടഞ്ഞുവെച്ച് മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ കേസെടുക്കാനാവില്ല എന്ന SP-യുടെ കണ്ടെത്തൽ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ നടി നീതിക്കായി കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ തനിക്കെതിരെ വർഗീയ പരാമർശങ്ങളും അധിക്ഷേപങ്ങളും നടത്തിയെന്ന് കാട്ടി നടൻ ടിനി ടോമിനെതിരെ കടവന്ത്ര പോലീസിൽ നൽകിയ പരാതിയുമായും നടി മുന്നോട്ട് പോവുകയാണ്. പോലീസുമായുള്ള ഭിന്നതയും സഹപ്രവർത്തകർക്കെതിരെയുള്ള കേസുകളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അമ്മയിൽ നിന്നുകൂടി താരത്തിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.